നെടുങ്കണ്ടം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. നെടുങ്കണ്ടത്ത് ധാരാളം സംഭവ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്, ക്രൈം സംഭവങ്ങൾ. അതിന് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇരട്ട കൊലപാതകം. ഇരട്ട കൊലപാതകമല്ല, നടന്നത് 3 കൊലപാതകങ്ങളാണെന്ന പിന്നാമ്പുറ കഥകളാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത്. മേരി എന്നും റജി എന്നും പേരുള്ള അമ്മയും മകനും. അമ്മയ്ക്ക് 71 വയസ്സായി, മകൻ റജിക്ക് 54 വയസ്സായി. റജി അവിവാഹിതനാണ്. അമ്മയും മറ്റൊരു മകൻ, റജിയെ കൂടാതെ മറ്റൊരു മകൻ സജിയും ഈ വീട്ടിലായിരുന്നു താമസം. അമ്മ, 2 ആൺമക്കൾ. അമ്മയ്ക്ക് 71 വയസ്സ്, മൂത്ത റജി എന്ന മകന് 54 വയസ്സ്, സജിക്ക് 40 വയസ്സുകൾ, 40-നും 50-നും ഇടയ്ക്ക് വയസ്സ്. ഈ 3 പേരും ഈ വീട്ടിലായിരുന്നു താമസം. ഏകദേശം 10-17 ദിവസമായി മേരി അതുപോലെ തന്നെ ഈ പറയുന്ന റജി എന്നിവരെ കുറിച്ച് വിവരങ്ങളില്ല. റജി അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് കടകളിലൊക്കെ കടയിൽ ജോലിക്ക് പോയിരുന്നു, അതുപോലെ കൂലിപ്പണിയൊക്കെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വീടിന് പുറത്തു കണ്ട, അതായത് ഏപ്രിൽ 9-ന് ശേഷമാണ് ഈ സംഭവങ്ങൾ, ഇലക്ഷന് ശേഷമാണ്. ഇവരെ കാണുന്നില്ലല്ലോ എന്ന് സജിയോട് തിരക്കിയപ്പോൾ തേനിയിൽ ചികിത്സയിലാണ് റജി എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. അവരുടെ സഹോദരി, റജിയുടെ സഹോദരി സിനിയും പോലീസിനോട് പറഞ്ഞു അമ്മയെയും സഹോദരനെയും കാണാനില്ല. അങ്ങനെ നെടുങ്കണ്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വീടിൻ്റെ പിന്നാമ്പുറത്ത് മണ്ണ്, പുതിയ മണ്ണ് ഇളകി കിടക്കുന്നത് കാണുകയും അവിടെ പരിശോധിക്കുമ്പോൾ പഴക്കം ചെന്ന 2 ആഴ്ചയോളം പഴക്കമുള്ള 2 മൃതദേഹങ്ങൾ, ഒന്നൊരു സ്ത്രീയുടേതും മറ്റൊന്ന് ഒരു പുരുഷൻ്റേതും എന്ന് സ്ഥിരീകരിക്കപ്പെട്ട 2 മൃതദേഹം കണ്ടെത്തുന്നു. അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ കഴിയുകയില്ല. ഇതിനി DNA സാമ്പിളൊക്കെ പരിശോധിച്ച് നോക്കണമെങ്കിലേ മേരിയും റജിയുമാണോ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. എന്നാൽ കരയിൽ, നെടുങ്കണ്ടത്ത് ഈ പ്രദേശത്ത് ഉയരുന്ന മറ്റൊരു വാർത്ത, ഈ മേരിയുടെ ഭർത്താവ് മാത്യു, അതായത് റജിയുടെയും സജിയുടെയും സിനിയുടെയും അച്ഛനായ മാത്യുവിനെ കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായിരുന്നു. അതാണ് ഒരു ചോദ്യചിഹ്നം. ഈയിടയ്ക്ക് C5 ഒരു ക്രൈം ത്രില്ലർ പരമ്പര ഉണ്ടായിരുന്നു, അതിനകത്തും ഒരു ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ മാത്യു എങ്ങോട്ടാണ് അബ്സ്കൗണ്ടിങ് ആയത്? മാത്യു എങ്ങോട്ടാണ് തിരോധാനം ചെയ്യപ്പെട്ടത്? പോലീസ് അന്വേഷിച്ചു. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്, ഇപ്പോഴും ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. 8 വർഷമായി നടക്കുന്ന ഊർജിത അന്വേഷണമാണ്, ഇതുവരെ തുമ്പൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഈ 2 കൊലപാതകങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്ത അതേ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ പറയുന്നത് മാത്യുവിനും ഇതുപോലുള്ള ഒരു ദുരന്തം സംഭവിച്ചിരിക്കാം, മാത്യുവും കൊല്ലപ്പെട്ടിരിക്കാം. മാത്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതുപോലെ തന്നെ അസ്വാരസ്യങ്ങളുമാണ് മറ്റ് 2 കൊലപാതകത്തിലേക്ക് പ്രതിയെ പ്രേരിപ്പിച്ചത് എന്ന തരത്തിലുള്ള കഥകളും ഉപകഥകളുമാണ് നെടുങ്കണ്ടത്ത് പ്രചരിക്കുന്നത്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേയെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നു തന്നെയാണെന്ന് പോലീസും ഉറപ്പിക്കുന്നു. 8 വർഷം മുമ്പ് കാണാതായ മാത്യുവിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു, പരാതി നിലവിലുണ്ട്. പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് സംബന്ധിച്ചോ മാത്യു എവിടെയാണെന്ന അല്ലെങ്കിൽ ആ കേസിൻ്റെ വിശദാംശങ്ങളിലേക്കോ ഇറങ്ങിച്ചെല്ലാൻ ഈ ബന്ധുക്കളാരും, അതായത് റജിയോ സജിയോ അതുപോലെ മേരിയോ സിനിയോ ഒന്നും ഇടപെട്ടിരുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ ഇവർക്കൊക്കെ അറിയാമായിരുന്നു മാത്യുവും കൊല്ലപ്പെട്ടു എന്ന പരമാർത്ഥം. ഇത് പോലീസിനെ സംശയത്തിൻ്റെ നിഴലിൽ പോലീസ് സംശയിക്കുന്നുണ്ട്, ഇതും സജി നടത്തിയ കൊലപാതകമായിരിക്കാം. ഒരു പക്ഷേയെങ്കിൽ സജി എന്ന് പറയുന്ന ഇപ്പോൾ അബ്സ്കോണ്ടിങ് ആയി മിസ്സിംഗ് ആയിട്ടുള്ള പ്രതി എന്ന് സംശയിക്കുന്ന സജി അവരുടെ അച്ഛനെ മാത്യുവിനെ എന്തെങ്കിലും കാരണവശാൽ കൊലപ്പെടുത്തിയിരുന്നിരിക്കാം. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ മേരിക്കും അതുപോലെ തന്നെ റജിക്കും ഉണ്ടായിരുന്നിരിക്കണം. ഈ തർക്കമാകാം, ഇത് പല നാളുകളിലായി നടക്കുന്ന തർക്കമായിരുന്നിരിക്കാം, പല നാളുകൾ പഴക്കമുള്ള തർക്കമായിരിക്കാം. ആ തർക്കത്തിൻ്റെ പാരമ്യത്തിലാകാം റജിയും അതുപോലെ തന്നെ മേരിയും കൊല്ലപ്പെടുന്നത്. അവരെ കുഴിച്ചു മൂടിയ ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ സജി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് തന്നെ പിടിക്കും എന്ന് ഉറപ്പിക്കുമ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് സ്ഥലം വിടുന്നത്. അയാളെ ഒരുപക്ഷെ എങ്കിൽ ഈ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ അയാൾ അകത്തായിട്ടുണ്ടാവും. ചോദ്യം ചെയ്യലിൽ നിന്ന് 3ാമത്തെ കൊലപാതകത്തിന് ചോദ്യം ചെയ്യലിൽ നിന്ന് 3ാമത്തെ കൊലപാതകത്തിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിരിക്കാനും ഇടയുണ്ട്. ഏതായാലും നെടുങ്കണ്ടം വീണ്ടും ഞെട്ടിക്കുകയാണ്. മുമ്പത്തെ നമുക്കറിയാം ജയിലിലെ മരണമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്, നെടുങ്കണ്ടം ജയിൽ കസ്റ്റഡി മരണമൊക്കെ.
അങ്ങനെ ധാരാളം വാർത്തകൾ, ക്രൈം വാർത്തകളിൽ ഇടം നേടിയ നെടുങ്കണ്ടം വീണ്ടും ഇരട്ട കൊലപാതക വാർത്തയിലൂടെ നാട്ടുകാരെ വിഭ്രമിപ്പിക്കുകയാണ്. നടന്നത് 3 കൊലയാണ്, ട്രിപ്പിൾ മർഡറാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്.